റഷ്യ യുക്രൈൻ യുദ്ധം പോലെ ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു സംഘർഷ ഭൂമിയാണ് മധ്യേഷ്യ. അവിടെ വർഷങ്ങളായി നീറിപ്പുകയുന്ന ഇറാൻ ഇസ്രായേൽ പോരാട്ടം പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ലോക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഭവമായി ഇത് മാറും. കഴിഞ്ഞ മാസം ഇറാനും ഇസ്രായേലും തമ്മിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിനിടെ ഇറാൻ പ്രസിഡന്റിന് നിസ്സാര പരിക്കേറ്റുവെന്നതാണ് IRGCയുമായി ബന്ധപ്പെട്ട ഫാർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. സംഘർഷം ആരംഭിച്ച് 4ാം ദിവസമായ ജൂൺ 16-ന് ഇറാൻ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു പെസഷ്കിയാൻ. ആ സമയത്താണ് കെട്ടിടത്തിലേക്ക് മിസൈൽ ആക്രമണം നടന്നതെന്നും അതിൽ അദ്ദേഹത്തിന് കാലിന് പരിക്കേറ്റതുമായാണ് പറയുന്നത്. പടിഞ്ഞാറൻ ടെഹ്റാനിലെ ഷഹ്റഖ് എ ഗർബ് പ്രദേശമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത്. ഈ ആക്രമണത്തിൽ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ, ജുഡീഷ്യറി മേധാവി മോഹ്സേനി എന്നിവരുൾപ്പെടെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്.